സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിഫൈ SSLC യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദീർഘകാലത്തിന് ശേഷമാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ SSLC അറബിക്കിൽ എങ്ങനെ എഴുതിയാലും നമുക്ക് ഏറിപ്പോയാൽ ഒരു 30 മാർക്കോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ട്രിക്ക് നമുക്ക് വേഗം ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഷുവർ A+ അറബിക്. ആദ്യത്തെ ഒന്നാമത്തേത് അൽ അസ്ഇലത്ത്, അല്ലെ നമ്മൾ അഭിമുഖ ചോദ്യാവലി നടത്താൽ അഥവാ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അൽ അസ്ഇലത്തുൽ ലിൽ മുഖാബലത്ത് അല്ലെ മുഖാബലത്തുൽ അസ്ഇല എന്നൊക്കെ ചോദിക്കും. ഈ ഒരു 3 പേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ പേപ്പറിൽ ചോദിക്കുക. നമ്മൾ ഇത്രേ ചെയ്യാനുള്ളൂ. മുഖാബലാത്തുൽ അസ്ഇല അല്ലെങ്കിൽ അഭിമുഖ ചോദ്യാവലി നടത്താൻ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ തരികയാണ് എങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം നമ്മൾ ഈ ഒരു വേർഡിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക. അഖ്ബിർനി അൻ എന്ന ഈ ഒരു വേർഡ് ഓർത്ത് വെക്കുക. മുഖാബലാത്തുൽ അസ്ഇല ചോദിക്കുകയാണെങ്കിൽ അഖ്ബിർനി അൻ, എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാലും, ഒരു സ്നേഹത്തോടെ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അല്ലെ, നമ്മൾ ഏറ്റവും നല്ല ഇതല്ലേ, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് മായിസ്മുക്ക, നിങ്ങളുടെ പേരെന്താണ്, അതൊരു ഒരു വലിയൊരു വ്യക്തിയോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാം. പക്ഷെ എന്നാലും അല്ല. അഖ്ബിർനി എന്നാണ്, എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നാലും, ഒരു സഹതാപത്തോട് ചോദിക്കുകയാണ്. അപ്പൊ അഖ്ബിർനി അൻ എന്ത് ചെയ്യാം? ഇവിടെ തന്നിട്ടില്ല, നമുക്ക് ക്വസ്റ്റ്യൻ തരാം ഇസ്മൈക്കിലെ വേറെ എന്തെങ്കിലുമൊക്കെ തരും. ഇസ്മ, അൽ വിലാദത്ത്, അൽ ഉസ്രത്ത്, അൽ ലഖബ്, അൽ ഉംർ, ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരിക. അൽ ഇസ്മ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം എന്താണ്, അൽ വിലാദത്ത് എന്ന് പറഞ്ഞാൽ ജനനമാണ്, കുടുംബം എന്ന് പറഞ്ഞാൽ ഉസ്രത്താണ്, ആൻഡ് ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേര്, അൽ ഉംർ എന്ന് പറഞ്ഞാൽ വയസ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തരിക. ഇതിൽ ചിലപ്പോൾ വേറെയും തരാൻ മതി. വേറെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തരാം മുഅല്ലഫാത്ത് എടുക്കാം, അൽ ദിറാസത്ത്, അൽ മിഹ്നത്ത്, അൽ ജിവാസത്ത്, അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥമറിയാത്ത വാക്കുകളൊക്കെ തരും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. അതിലെല്ലാ വാക്കും നമ്മൾ എന്ത് ചെയ്യാറോ, ഈ ഒരു അഖ്ബിർനി ചേർത്ത് കൊടുക്കുക. ആദ്യം അഖ്ബിർനി അൻ എന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇവിടെ തന്നിട്ടുള്ള ഈ യുസ്രത്ത്, അല്ലെ നമുക്ക് അർത്ഥമറിയാത്ത വാക്ക് എടുക്കുക, ഇവിടെ എഴുതി കൊടുക്കുക, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തേത് അടുത്ത അർത്ഥമറിയാത്ത വാക്ക് എടുക്കുക, അഖ്ബിർനി അൻ എഴുതി കൊടുക്കുക, ഈ ഒരു ഉസ്രത്താണ്, ഉസ്രത്ത് ഇവിടെ എഴുതി കൊടുക്കുക, ആൻഡ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. 2 മാർക്ക് അവിടെ സ്കോർ ആയി. അടുത്തത് അൽ ലഖബ്. ലഖബ് ചോദിക്കുകയാണെങ്കിൽ ആ ലഖബിൽ അഖ്ബിർനി അൻ എഴുതുക, അൽ ലഖബ് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ, 4 മാർക്കിനാണ് അല്ല 5 മാർക്കിനാണെങ്കിൽ 5 മാർക്കും ഈ അഖ്ബിർനി അൻ എന്ന ഒറ്റ വാക്ക് ഓർത്ത് വെക്കുക, അർത്ഥമറിയാത്ത എല്ലാ വാക്കിനും ചേർത്ത് കൊടുക്കുക. അത്ര ചെയ്താൽ അതിന് 5 മാർക്ക് അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തത് ബർനാമിജ് ചോദിക്കുകയാണെങ്കിൽ, കാര്യപരിപാടി അല്ലെങ്കിൽ പ്രോഗ്രാം നോട്ടീസ് കാര്യപരിപാടി എന്ന് പറയും. ബർനാമിജ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആകെ 2 ഒരു റിപ്പോർട്ട് തരും, അല്ലെങ്കിൽ തഫ്രീർ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ ബർനാമിജ് തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ പേരുകൾ. കലിമത്തു തർഹീബ് എന്ന് പറഞ്ഞാൽ സ്വാഗതം, അർ റഈസ് അല്ലെങ്കിൽ റഈസ് അധ്യക്ഷൻ, അധ്യക്ഷത എന്നൊക്കെ പറയും. അൽ ഇഫ്തിതാഹ് അല്ലെ കലിമത്തുൽ ഇഫ്തിതാഹ് ഉദ്ഘാടനം, അൽ കലിമത്തു തഹ്നി എന്ന് പറഞ്ഞ ആശംസകൾ, ആൻഡ് അൽ ഖുതുബ പ്രഭാഷണം, ആൻഡ് കലിമത്തു തഹ്നി കലിമത്തു ശുക്ർ. ഇത് നോക്കണം കേട്ടോ, കലിമത്തു ശുക്ർ നന്ദി. ഈ വാക്കുകൾ പഠിച്ചു കിട്ടുമ്പോൾ കലിമത്തു തർഹീബ്, അർ റഈസ്, ഇഫ്തിതാഹ്, കലിമത്തു തഹ്നി, ആൻഡ് ഖുതുബ, അൽ കലിമത്തു ശുക്ർ, ഇത്രയും പേരുകൾ പഠിച്ചു വെക്കുക. ശേഷം പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റിപ്പോർട്ടിൽ കലിമത്തു തർഹീബ് നമുക്ക് കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യനിൽ റഹബ എന്നതോ അല്ലെങ്കിൽ അൽക്കൽ കലിമത്തു തർഹീബ്, ഈ 2 വാക്ക് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് 4ാമത്തെ വരി അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വരിയുടെ ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും റഹബ അല്ലെങ്കിൽ അൽക്കൽ കലിമത്തു തർഹീബ് എന്നുണ്ടാവും. സ്വാഗതം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി അർ റഈസ് കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടിൽ അർ റഇസ് അല്ലെങ്കിൽ തഹ്ത റിആസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും 2 വാക്കുണ്ടോ നോക്കുക, അതുണ്ടാവുന്ന ആ ഒരു വ്യക്തിയുടെ പേരെടുത്ത് എഴുതി കൊടുക്കുക. ഇനി ഇഫ്തിതാഹ് ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിൽ എന്തുണ്ടാവും, ഇഫ്തതഹ എന്നുണ്ടാവും. ക്വസ്റ്റ്യൻ വേർഡിൽ ഇഫ്തതഹ എന്നുണ്ടാവും. അത് ഉണ്ട് എങ്കിൽ അതെടുത്ത് എഴുതുക, അതിന്റെ മാർക്ക് അത്. ഇനി കലിമത്തു തഹ്നി ചോദിക്കുകയാണെങ്കിൽ അൽ ഹുന അല്ലെങ്കിൽ അൽക കലിമത്തു തഹ്നി, ആശംസ അർപ്പിച്ചു എന്നൊക്കെ പറയും. അതിലേതെങ്കിലും വാചകം അല്ലെ ഏതെങ്കിലും വാക്കുകൾ ഉണ്ടോ നോക്കുക, എടുക്കുക, എഴുതി കൊടുക്കുക. അടുത്തത് അൽ ഖുതുബ ചോദിക്കുകയാണെങ്കിൽ ഹൽക്കൽ ഖുതുബ, ഖുതുബ ചോദിക്കുകയാണെങ്കിൽ അൽക്കൽ ഖുതുബ ഉണ്ടോ നോക്കുക, ആൻസർ എഴുതി വെക്കുക. അടുത്തത് കലിമത്തു തർഹിയാണെങ്കിൽ അഷ്ശക്ർ, ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവും. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ശുക്ർ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഏറ്റവും അവസാനം ഉണ്ടാവും കേട്ടോ, ഈ ഒരു റിപ്പോർട്ടിൽ ഏറ്റവും അവസാനം ഉണ്ടാവുന്ന ഓർത്ത് വെക്കുക. അതൊന്ന് എടുത്ത് എഴുതിയും കൊടുത്താൽ നമുക്ക് അതിന്റെ എത്ര മാർക്ക് കിട്ടി, അതിന്റെയും 4 മാർക്ക് കിട്ടി. 4 4 8 മാർക്ക് ഇപ്പൊ തന്നെ സെറ്റായ 8 മാർക്ക് സെറ്റായി. അടുത്ത നോക്കാം. അടുത്തത് നമ്മൾ ബർനാമിജിൽ നമ്മൾ കുറെ ആൾക്കാരെ പേരുകൾ ഉണ്ടാവും. ബർനാമിജിൽ നമുക്ക് ചേർക്കാൻ സാധിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേരുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതാ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കാൻ, ഇതൊക്കെ എന്തിൽ യൂസ് ചെയ്യാൻ അറിയോ? ഒന്ന് നോട്ടീസിൽ യൂസ് ചെയ്യാം, അതേപോലെ പ്രോഗ്രാം നോട്ടീസിൽ യൂസ് ചെയ്യാം, ആൻഡ് ഖുതുബയിലൊക്കെ എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്ന്
നാദിറുൽ മദ്രസ എന്ന് പറഞ്ഞ ഹെഡ് മിസ്റ്റർ ആണ്. അൽ അമീദുൽ മദ്രസ എന്ന് പറഞ്ഞാൽ എന്താ പ്രിൻസിപ്പാൾ ആണ്. അമീദുൽ മദ്രസ പ്രിൻസിപ്പാൾ ആണ്. അമീനുൽ ലജഹനത്തുൽ മുദ്ദരിസീൻ എന്ന് പറഞ്ഞ സ്റ്റാഫ് സെക്രട്ടറി. അതിന് അരീഫുൽ മദ്രസ സ്കൂൾ ലീഡർ. അതേപോലെ അരീഫ് സോഫ് ക്ലാസ് ലീഡർ. അൽ മുഅല്ലഫാത്തു ഷുർത്തത്ത് എന്ന് പറഞ്ഞ SI. അമീനുൽ മുൻതദുൽ അറബി എന്ന് പറഞ്ഞ അറബി ക്ലബിൽ ഏതെങ്കിലുമൊക്കെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അടുത്തത് ഇനി മുൽസഖ് പോസ്റ്റർ. 2 തരം പോസ്റ്റർ ആണ് നമുക്കുള്ളത്. 2 തരം പോസ്റ്റർ ആണുള്ളത്. അതിലൊന്ന് ഒരു വ്യക്തിയെ കുറിച്ച് എഴുതാനുള്ള പോസ്റ്ററും അതേപോലെ ഒരു പരിപാടിയെ കുറിച്ച് എഴുതാനുള്ള വലിയൊരു പോസ്റ്ററും. ആദ്യം വ്യക്തിയെ കുറിച്ച് എഴുതാനുള്ള പോസ്റ്റർ ഇതേമാതിരി എഴുതി കൊടുക്കുക. അല്ലെ ദക്തൂർ APJ അബ്ദുൽ കലാം ആണ് പേര് എഴുതി കൊടുക്കുക. APJ അബ്ദുൽ കലാമിനോട് ഏറ്റവും സാമ്യം നിൽക്കുന്ന വെടുപ്പത്ത് റജുൽ സാറൂൽ ഹിന്ദ്, ഇന്ത്യയിലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാക്കുകൾ എഴുതി കൊടുക്കുക. അതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗാന്ധിജിന്റെ ചോദിക്കാം, ജവഹർലാൽ നെഹ്റുവിന്റെ ചോദിക്കാം. ജവഹർലാൽ നെഹ്റു അങ്ങനെ അത് അവരോട് ഏറ്റവും അടുത്ത് നിൽക്കണം. അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ അവരുടെ ദിവസങ്ങളുണ്ടാവല്ലോ, ഗാന്ധി ജയന്തി, അങ്ങനെയുള്ള ഓരോ പ്രധാനപ്പെട്ട ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക. 3 മാർക്കിനായിരിക്കും മിക്കവാറും ചോദിക്കാം. 3 മാർക്കിന്. സോ 8 3 11 മാർക്ക് ഇവിടെ സെറ്റായേ. 11 മാർക്ക് ഇവിടെ സെറ്റായി. അടുത്തത് ഒരു 4 മാർക്കിനോ അല്ല 5 മാർക്കിന് ചോദിക്കാം. 1 2 3 4 5. ഓക്കെ, 5 മാർക്കിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 16 മാർക്ക് അവിടെ കിട്ടേ. 16 മാർക്ക് ആവുക ഇതോട് പഠിച്ചാൽ. ഇത്രയും നോക്കാനുള്ളൂ. ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് പഠിച്ചു വെച്ചാൽ. ഈ ഒരു ഫോർമാറ്റ് വേറൊന്നും മാറ്റം വരുത്തണ്ട. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ഇത് നമ്മുടെ ഹെഡിങ്. ഈ ഹെഡിങ് എവിടെ നിന്ന് കിട്ടും? ഹെഡിങ് ക്വസ്റ്റ്യൻ വേർഡിലെ അന്നിന്റെയോ ബിയുടെയോ ഇടയിൽ, അല്ലെങ്കിൽ അന്നോ ഹൗലയോ ബിയോ അലയോ ക്വസ്റ്റ്യൻ ഇതിന്റെ എവിടെയെങ്കിലും ഇടയിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അന്നിന്റെയും ബിന്റെ ഇടയിലായിരിക്കും ഈ ഒരു ഹെഡിങ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഹൗലയുടെയും അലയുടെ ഇടയിലായിരിക്കും ഉണ്ടാവും ഹെഡിങ് ഉണ്ടാകുക. ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇതേ സെയിം പാറ്റേൺ പഠിച്ചു. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കണം, പിന്നെ ആ താരീഖ് ഡേറ്റ് കൊടുക്കണം, പിന്നെ ടൈം, പിന്നെ വെന്യൂ. മക്കാൻ എന്ന് പറഞ്ഞാൽ വെന്യൂ ആണ്. അതിന്റെ ഗസ്റ്റുകൾ നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചില്ല ഗസ്റ്റുകളില്ലേ. ഈ ഒരു ഗസ്റ്റുകൾ ഏതെങ്കിലും ആരിഫുൽ മദ്രസ, നാദിറുൽ മദ്രസ, അതേപോലെ അമീനുൽ മുഹന്ദിസി അറബിയ, അങ്ങനെയൊക്കെ ആ ഒരു വാക്യങ്ങൾ പഠിച്ചു വെക്കുക. അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. നോക്ക് ആദ്യം യൂനിയു 19 യോമുൽ അഹദ് അസ്സാഅത്തു താസിയത്തു സ്വബാഹൻ. അപ്പോൾ യൂനിയു 19 യോമുൽ അഹദ് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു പോസ്റ്ററിലും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ലുഅത്തുൽ അറബി ആണെങ്കിൽ ഡിസംബർ 10 എഴുതി കൊടുക്കണം കേട്ടോ. അടുത്തത് അൽ ഫി റിഹാബി മദ്രസത്ത്. ഇത്ര എഴുതിയാൽ മതി. ഇനിയാണെങ്കിൽ ഫി റിഹാബിൽ മദ്രസത്ത് സാനവിൽ ഹുക്കൂമിൽ കാലിക്കുത്ത്, അതായത് കോഴിക്കോട്ടുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ അങ്കണത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഫി റിഹാബിൽ മദ്രസ നിർബന്ധമാണ്. പിന്നെ ചിലപ്പോൾ മുഷാരിക്കുൻ അല്ലെങ്കിൽ അൽ ളുയൂഫ് എന്ന് ചോദിക്കും. മുഷാരിക്കുൻ അല്ലെങ്കിൽ അൽ ളുയൂഫ് എന്ന് ചോദിക്കും. രണ്ടും ഒക്കെ റെഡിയാണ്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ 3 വാക്ക് പഠിച്ചേക്കാം. ഒന്ന് നാദിറുൽ മദ്രസ പഠിച്ചേക്കാം, ഒന്ന് റഈസുൽ മജ്ലിസുൽ ഖറവി പഠിച്ചേക്കാം, അതേപോലെ മുരീദുൽ മുഖാത്തായത് ജില്ലാ കളക്ടർ പഠിച്ചേക്കാം. ശേഷം ദഅവത്ത് വ അമ്മ, അല്ലെങ്കിൽ മർഹബം ബിക്കും, അല്ലെങ്കിൽ അഹ്ലൻ വസഹല എന്നൊക്കെ എഴുതി കൊടുക്കുക. അതിന്റെ 5 മാർക്ക് റെഡി. അപ്പോൾ 16 മാർക്ക് കിട്ടി. അടുത്തത് വ്യക്തി വിവരണം, ബയോഡാറ്റ, ബയാനാത്തു ഷഖ്സിയ ചോദിക്കുകയാണെങ്കിൽ ഇസ്മുൽ കാമിൽ, മക്കാനു മീലാദ്, ആമുൽ മീലാദ്, ഇസ്മുൽ വാലിദ്, അൻ വാലിദത്ത്, അദിറാസത്ത്, മനാസിബ്, താരിഖുൽ വഫാത്ത്. ഈ വാക്കുകൾ പഠിച്ചു വെക്കുക. ബാക്കി ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ഒരു 4 മാർക്ക്. സോ 20 മാർക്കിന്റെ അടുത്തോളം കിട്ടി. 20 മാർക്കോളം കിട്ടി. ഇതിലുള്ള ഇസ്മുൽ കാമിൽ, ഇസ്മു എന്ന് പറഞ്ഞ പേരുണ്ടാവും ഏറ്റവും ഫസ്റ്റ് തന്നെ. മക്കാന് മീലാദ് ജനിച്ച വർഷം ഉണ്ടാവും, ജനിച്ച സ്ഥലം ഉണ്ടാവും. ഇനി ആമ മീലാദ് ജനിച്ച വർഷം ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ എവിടെ ഉണ്ടാവും? ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാവും. അതും ജസ്റ്റ് തർജ്ജമത്തുൽ ഹയാത്തിൽ ഉണ്ടാവും. അടുത്തത് നമ്മൾ ഒരു വാക്യത്തിലുള്ള ഒരു ആണാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാലിം ആണെങ്കിൽ സാലിമിനെ മാറ്റി ഫാത്തിമയെ ചേർക്കാനുള്ള കേസാണ്. അപ്പൊ ഇതിൽ നമ്മളിപ്പം ഇതാണ് ഇത് പെണ്ണ് അല്ലെ. ഇപ്പൊ സാലിം ആണെങ്കിൽ ഇപ്പൊ സാലിമില് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഉണ്ടാവും? ഏതൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്? ഹുവ എന്നത് പെണ്ണാവുമ്പോ ഹി ആക്കണം. ഇനി ഹു ഹി എന്നുള്ളത് അത് ഹായ് ആക്കണം പെണ്ണിലേക്ക് മാറുമ്പോൾ. ഹും ഹിം എന്നുള്ളത് ഹുന്ന ഹിന എന്നൊക്കെ മാറ്റണം. അതേപോലെ ക എന്ന് പറഞ്ഞാൽ അത് കി ഒക്കെ മാറും. നിന്റെ എന്നൊക്കെ മാറും. കം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ മാറും. ഇനി അൻത ഇതിൽ പഠിക്കേണ്ട ഏതൊക്കെ അറിയോ? ഒന്ന് ഹുവ ഹിയാവും, ഹു ഹി ഹായാവും, ഹും ഹുന്നയാവും. പിന്നെ പഠിക്കാനുള്ളത് കാന കാനത്ത്, യകൂനു അത് പഠിച്ചേക്ക. ഇനി ദഹബ യദഹബു. ഇത്രയും വാചകങ്ങൾ ഒന്ന് പഠിച്ചുക. ഇതാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും. ഇത് നേരെ ഒന്ന് മാറ്റി കൊടുക്കുക. ഈ വാക്യങ്ങൾ വേറെ ഒന്നും മാറ്റാനില്ല. ഈ വാക്യങ്ങൾ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ചോദ്യം നിർമ്മിക്കാൻ, ക്വസ്റ്റ്യൻ മേക്കിംഗ്. അതായത് എങ്ങനെ? ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻ 1 2 ക്വസ്റ്റ്യൻ ആൻസർ മേക്ക് ചെയ്യേണ്ട, വെറും ക്വസ്റ്റ്യൻ മാത്രം മേക്ക് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ചോദ്യത്തിന്റെ മലയാളങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ വേർഡിന്റെ മലയാള മീനിങ്. ഒന്ന്, മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, മാ എന്ന് പറഞ്ഞാൽ എന്ത് ഏത് എന്നാണ്, മാത എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ്. മാത എന്ന് പറഞ്ഞാൽ
എന്താ എന്നാണ്. മാതാ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇനി ഹൽ എന്ന് പറഞ്ഞാൽ ആണോ ഉണ്ടോ. കം എന്ന് പറഞ്ഞാൽ എത്ര. അമ്മ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് എന്തിനെ കുറിച്ച് എന്തിൽ നിന്ന്. അപ്പാണ് മിമ്മ ആൻഡ് അമ്മതിൽ പഠിച്ചേക്കേണ്ടത് ഈ ഒരു 3 വാക്യങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് ഈ 3 വാക്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ. മാതാ എന്താ, മൻ ആരാ, എങ്ങനെ, കൈഫ എവിടൈന. ഇതൊക്കെ വെച്ചിട്ട് ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്. അവിടെ നിന്നും നമ്മൾ പാരഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി ജംഇ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് തരും നമുക്ക്. ഇങ്ങനെ ബോക്സ് തരുന്നില്ലേ, ബോക്സ് തരിക, ഇങ്ങനെ ബോക്സ് തന്നിട്ട് ഫില്ലാക്കാനുള്ള അവസാനം. ഇനി അല്ലാഇബ് ആണെങ്കിൽ അവസാനം വാവ് നൂൻ ചേർത്ത് കൊടുക്കുക. ജം മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ അവസാനം വാവ് നൂന് ചേർത്ത് കൊടുക്കുക. അതേമാതിരി അലിഫും തായും ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ജം മുഅന്നസ് സാലിം എന്ന് പറയും. അത് അവസാനം അലിഫും തായും ചേർത്ത് കൊടുക്കുക. അതിന് അവസാനം അപ്പം അലിഫും തായോട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പം എത്ര മാർക്ക് ഇവിടെ വേറെ ഒരു 4 മാർക്ക് 24 ആയി. അടുത്തത് 24 4 28 ആയി. 28 3 സോ 31 മാർക്കോളം നമുക്ക് ഇവിടെ എത്താറായി. 31 മാർക്കോളം കിട്ടാനായി. ഡിസ്കോഴ്സ് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ഈ ഒരു ബോക്സ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വാക്യങ്ങൾ വരുന്നത് ഏതാ. ഇതിലിതാ സഫർ വരുന്നുണ്ട്, അതേപോലെ സ്വദീഖ് അവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടാവും, സ്വദീഖ് വരുന്നുണ്ടോ. ഏറ്റവും കൂടുതൽ വാക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വരിയായിരിക്കും. അതായത് ഈ ഒരു പാരഗ്രാഫിലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും കവിതയിലുള്ള വരി, ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും കവിതയിലുള്ള വരി തിരഞ്ഞെടുക്കണമെങ്കിൽ ഏറ്റവും തോനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന വരി ഏതാണെന്ന് നോക്കുക. അത് തിരഞ്ഞെടുത്ത് എഴുതി കൊടുക്കാവുന്നതാണ്. അടുത്തത് അൽ മുദക്കർ ആയാലും ബയാനാത്ത് ആയാലും അൽ ഫിക്ര ആയാലും ഏത് വരികയാണെങ്കിലും ഒരൊറ്റൊന്ന് പഠിക്കാനുള്ള ഒരു ഗണ്ണിക. എങ്ങനെ ഒരു പാരഗ്രാഫ് ആക്കി ഒരു ഹെഡിങ് ഉണ്ടാവും. അത് നോക്ക്, ഇവിടെ നോക്ക്, അന്നിന്റെയും ബിയുടെയും ഇടയിലുള്ളതാണ് അൽ മദ്രസ. ഇതാണ് ഇതിന്റെ ഹെഡിങ്. മദ്രസ എന്ന് ഹെഡിങ് എഴുതി കൊടുക്കുക. ഇനി എന്താക്കാം, ഏറ്റവും സിമ്പിൾ ട്രിക്ക് ആണെങ്കിൽ മദ്രസ എന്ന് എഴുതി കൊടുക്കുക, ഇത് എഴുതി കൊടുക്കുക, മദ്രസ ഇത് എഴുതി കൊടുക്കുക, പിന്നെ അടുത്തത് എഴുതുക, അതിനിടെ മദ്രസ എഴുതി കൊടുക്കുക. അങ്ങനെ ഈ ഇത് ഒരു പാരഗ്രാഫ് മോഡൽ എഴുതി കൊടുക്കുക. മദ്രസത്തും ജമീലും കബീർ ഇപ്പൊ സഹീർ എന്നൊക്കെ എഴുതി കൊടുത്ത് അതൊന്ന് ഫുൾ ആക്കി കൊടുക്കുക. അടുത്ത കേസ് ഇനി ഹാല് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രാമർ പാർട്ടാണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു ഹാലായിരിക്കും ചോദിക്കുക. ഇനി റാക്കിബ് വരികയാണെങ്കിൽ റാക്കിബൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വായിക്കുക. ഇതിലുള്ള ഏതെങ്കിലും ഒക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി അവസാനം ലാബുദ്ദലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാമർ പാർട്ടാണ്. ലാബുദ്ദലി വരികയാണെങ്കിൽ അവസാനത്തെ ഇവിടെ ഫസ്റ്റ് ലാബുദ്ദ ലി യുവസ്സിലു അല്ലേ. അടുത്തത് ലി യുവസ്സിലു അൽ റക്കൂബ. ലാബുദ്ദ ലി യുവസ്സിലു ഇലൽ മദ്രസത്തി. ലാബുദ്ദ ഇറക്കുകയാണെങ്കിൽ ലാബുദ്ദ ലി ചേർത്ത് കൊടുക്കണം. ലാബുദ്ദയുടെ കേസിലാണ് ലാബുദ്ദ ലി ചേർത്ത് കൊടുക്കണം. അടുത്തത് ഇനി മ അന്ന വരികയാണെങ്കിൽ മ അന്നയും റാമ അന്നയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ എക്സാമ്പിൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അറിയാം. അടുത്ത അനവാസിക്കുണ്ട്. അനവാസിക്കു ബി അന്ന. അനവാസിക്കു ബി അന്ന ഫസ്റ്റ് ചേർക്കാണ്. അനവാസിക്കു ബി അന്ന ബാക്കി എഴുതി കൊടുക്കാം. സോ ടോട്ടൽ ആയിട്ട് നമുക്ക് 36 പ്ലസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കോൺസെപ്റ്റും കാര്യങ്ങളും എല്ലാ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 36 അധികം മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കോൺസെപ്റ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഷുവർ A+ ആണ് അറബിക്കിൽ. പേടിക്കേണ്ട. പറഞ്ഞ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. സോ